ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. ഒരു ദിവസം കൂടെ കൃപയാൽ അവന്റെ തിരുവചനത്തിന്റെ മുന്നിലെത്തുവാൻ അവൻ നമ്മെ സഹായിച്ചു. സ്തോത്രം. അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് എടുക്കുന്ന ചിന്ത, പ്രതിസന്ധിയിലും പ്രത്യാശ. പ്രതിസന്ധിയിലും പ്രത്യാശ. ഒരു തിരുവചനം അതിനോട് ചേർത്ത് വായിക്കട്ടെ. മിഖാപ്രവചനം. മിഖാപ്രവചനത്തിൽ നമുക്കറിയാമല്ലോ 7 അധ്യായം. ഇവിടെ നമ്മൾ എടുക്കുന്നത് 7-ാമത്തെ അധ്യായം, 7-ാമത്തെ തിരുവചനം. ഓർക്കാൻ എളുപ്പം. ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മിഖാപ്രവാചകൻ പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്ത് ദൈവജനങ്ങളിൽ പ്രതിസന്ധിയുടെ ആ ഒരു അത്രമാത്രമായ അധികമായ ഒരു അവസ്ഥ കണ്ട സമയത്ത് മിഖായിൽ വരുന്ന കുറെ ചിന്തകളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. മിഖാപ്രവാചകൻ ദൈവജനത്തിന്റെ ധാർമ്മിക തകർച്ച കണ്ട് മനമടുത്തു. ഒന്നും ചെയ്യാനില്ല. അവിടെയാണ് ഈ തിരുവചനം പുറത്തിറങ്ങുന്നത്. ഞാനോ എന്ന് പറയുന്ന വാക്കിന് തന്നെ പ്രത്യേകതയുണ്ടല്ലോ. പലരും ആയിരിക്കുന്ന പോലെയല്ല ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ യാഹുവയായ കർത്താവിലേക്ക് നോക്കും. വെറുതെ ഒരു നോക്കുന്ന അവസ്ഥയെക്കുറിച്ചല്ല, വെറുതെ ഒരു നോട്ടത്തെക്കുറിച്ചല്ല പറയുന്ന. നോട്ടത്തിൽ ഒരു സമർപ്പണമുണ്ട്, ഒരു പ്രാർത്ഥനയുടെ തികവുണ്ട്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. എപ്പോഴാണ് യഹോവയെങ്കിലേക്ക് നോക്കുന്നത് എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വഴിയെ നമുക്ക് ചിന്തിക്കാം. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. ഈ കാത്തിരിക്കുക എന്ന് പറയുന്നതിൽ ഒരു ആഴമുണ്ടേ. കാത്തിരിക്കുക. ഞാൻ കാത്തിരിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി. 3, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആ പ്രത്യാശയിലേക്കുള്ള ഒരു പടിപടിയായുള്ള വളർച്ച നമുക്ക് അവിടെ കാണാം. പ്രത്യാശയിലേക്കുള്ള പടികൾ, പടവുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. ആദ്യം അവൻ പറഞ്ഞു, ഞാൻ യഹോവയിങ്കലേക്ക് നോക്കും. രണ്ടാമത്തെ പടിയിൽ ഒരല്പം കൂടി മുതിർച്ച. ഞാൻ എൻ്റെ കർത്താവിനായി, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. 3, അവൻ അല്ല, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അവൻ പ്രാർത്ഥിച്ചു എന്ന വാക്യം, ചിന്ത അതിൻ്റെ ഉള്ളിലില്ല. അങ്ങനെ ഒരു വാക്ക് അവിടെ ചേർത്തിട്ടില്ല. അവൻ നോക്കും എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ, വാക്കിൽ ഒരു പ്രാർത്ഥനയുടെ തികവുണ്ട്. ദൈവമക്കളെ, എൻ്റെ കർത്താവിലേക്ക് നോക്കുക എന്ന് പറയുന്ന ഹൃദയത്തിന്റെ അവസ്ഥ പ്രാർത്ഥനയുടെ തികവാണ്. ഹല്ലേലൂയ. പിന്നെയും ഭാഷാ നിയമപ്രകാരം ഒരു തവണ ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കും എന്ന് പറഞ്ഞാൽ അതേ വാക്യത്തിൽ പിന്നീടും ഞാൻ ദൈവം എന്ന് പറയുന്ന വാക്ക് ആവർത്തിക്കാറില്ല. പകരം അവൻ, അതാണ് ഭാഷാ രീതി. അവൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കും. അവൻ, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. പിന്നീട് എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി എന്ന് പറയാതെ അവനായി കാത്തിരിക്കും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അങ്ങനെയല്ല പ്രവാചകൻ ഇവിടെ പറയുന്നത്. ഓരോ തവണയും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ ദൈവം രക്ഷയുടെ ദൈവമാണ്, ഞാൻ അവനായി കാത്തിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, എപ്പോഴാണ് ഇത്രമാത്രം ഒരു പ്രത്യാശയുടെ ഉയർന്ന പടവുകളിൽ അവൻ കാത്തിരിക്കുന്നത് എന്നല്ലേ?
ദൈവജനത്തിന്റെ ധാർമ്മികത തകർന്നു പോയി. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പലതരം തകർച്ച നമ്മൾ ഈ കാലയളവിൽ കാണുന്നുണ്ട്. അതിലേറ്റവും വലുത് ധാർമ്മിക തകർച്ചയാണ്. ഒരു സാമ്പത്തിക തകർച്ച വലിയതല്ലേ? അതെ. പക്ഷെ സാമ്പത്തിക തകർച്ചയിലും ഒരു പക്ഷെ പിടിച്ചു നിൽക്കുമായിരിക്കും. എന്നാൽ ധാർമ്മിക തകർച്ചയിൽ ഒരു മനുഷ്യ ജീവിതത്തിന് പിടിച്ചു നിൽക്കാനാകില്ല. 7-ാം അധ്യായത്തിന്റെ ആരംഭം തന്നെ ദൈവജനത്തിന്റെ ധാർമ്മിക തകർച്ച എന്ന ശീർഷകത്തോടെയാണ് തുടങ്ങുന്നത്. എന്ത് ധാർമ്മിക തകർച്ചയാണ്? അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഭക്തന്മാർ നശിച്ചുപോയി. ആരും നിലനിൽക്കണമെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം വേണം. എന്നാൽ ഭക്തന്മാർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇല്ല. ഭക്തന്മാർക്ക് പിടിച്ചു നിൽക്കാനാകില്ല. അങ്ങനെ വന്നപ്പോൾ ഭക്തന്മാർ നശിച്ചുപോയി. അത്രയും വലിയ ഒരു ധാർമ്മിക ച്യുതി അവിടെ സംഭവിച്ചു. ധാർമ്മിക തകർച്ച അവിടെ സംഭവിച്ചു. ഞാൻ എന്റെ പുസ്തകത്തിന് വായിച്ചോട്ടെ. മിഖായിയുടെ പ്രവചനത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, 2-3 വാക്യങ്ങൾ. ആ വാക്യത്തിൽ പറയുകയാണ്, നേരുള്ളവൻ ആരുമില്ല. നിങ്ങളൊന്ന് ആലോചിക്ക്, ലോകത്ത് നേരില്ലാത്തൊരു ലോകം ഒന്ന് ഭാവന കാണാൻ പറ്റും? നേരില്ല, നേര് പറയുന്നവരില്ല, നേരില്ല. ലോകത്ത് നേരില്ലാത്തൊരു തലമുറ നിലനിൽക്കുക. അന്ന് നേരുള്ളവൻ ആരുമില്ല. ഇപ്പോഴെന്തായിരിക്കും ആ സമൂഹത്തിന്റെ പ്രത്യേകത? ആർക്കാരോട് കടപ്പാടുണ്ടാകും? ആർക്കാരോട് സ്നേഹം ഉണ്ടാകും? ആർക്കാരോട് ബന്ധം ഉണ്ടാകും? എന്ത് ബന്ധമാണ് അവിടെ നിലനിൽക്കുക? 2, രക്തത്തിനായി അവർ പതിയിരിക്കുന്നു. രക്തം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും മൃഗങ്ങളുടെ രക്തമോ അല്ല. രക്തത്തിനായി പതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ചതിക്കാനും ഉപദ്രവിക്കാനുമായി പതിയിരിക്കുന്ന ഒരു സമൂഹം. രക്തത്തിനായി അവർ പതിയിരിക്കുന്നു. എന്താല്ലേ? 3, ജാഗ്രതയോടെ ദോഷത്തിലേക്കായി കൈനീട്ടുന്നു. എന്തിലേക്കാണ് ജാഗ്രത? ജാഗ്രത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി. ദോഷം ചെയ്യാൻ, ദോഷം എങ്ങാനും ചെയ്യുന്നത് കുറഞ്ഞു പോകാതിരിക്കാൻ, ദോഷം ചെയ്യുന്നത് കുറഞ്ഞു പോകാതിരിക്കാൻ ജാഗ്രത. എന്നാലേ പ്രതിഫലം വാങ്ങി പ്രഭു വിധി നടത്തുന്നു. ഞാൻ ഈ പറഞ്ഞു വരുമ്പോ ദൈവമക്കളെ, ഇന്നത്തെ കാലയളവിലേക്ക് ഈ ചിന്തകളെയൊക്കെ ഒന്ന് ചേർത്ത് വെക്കാമോ? നാം ഒത്തിരി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് യാഥാർത്ഥ്യം. പക്ഷെ നിലനിൽക്കുന്നത് ഒരു ധാർമ്മിക തകർച്ചയാണോ? അങ്ങനെയാണെങ്കിൽ ആ ധാർമ്മിക തകർച്ചയുടെ ഈ കാലയളവിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ദൈവജനത്തിന് എന്താണ് പ്രവർത്തിക്കാനുള്ളത്? അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. പ്രത്യാശയിലും പ്രതികൂലത്തിലും പ്രത്യാശയുടെ തികവ്, പ്രത്യാശയുടെ നിറവ്. മറ്റൊന്നും ചിന്തിക്കാനില്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന, ദൈവത്തോട് ഇടപെടുന്ന, ദൈവത്തിനായി കാത്തിരിക്കുന്ന കാലയളവ് എത്ര അപായകരം അല്ലേ? കർത്താവിന് സ്തോത്രം. എൻ്റെ കൂടെ പിറപ്പേ, ഞാനെൻ്റെ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചോട്ടെ. പ്രതികൂലത്തിന്റെ ഈ കാലയളവിലെ ഈ തിരുവചനത്തെ ധ്യാനിച്ച തിരുവചനത്തെ ഇന്നത്തെ കാലയളവിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ. നമുക്ക് ബോധ്യപ്പെടും. പലതും പറയുന്നത് നിയമപരമായി തെറ്റായിരിക്കാം. യാഥാർത്ഥ്യം അതാണ്. ആരെയും സ്നേഹിക്കുന്നില്ല. ആർക്കും ആരോടും ഒരു കരുതലില്ല. രക്തത്തിനായി കാത്തിരിക്കുന്നു. മിക്ക പ്രവചനത്തിന്റെ 7-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ എൻ്റെ പ്രിയ കൂടപ്പിറപ്പെ ധ്യാനിക്കും. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും.
വിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് പിന്നെയും പ്രതികൂലത്തിന്റെ പോരാട്ടങ്ങൾക്കിടയിൽ ഉറപ്പിച്ചു പറയാം. പറഞ്ഞ് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. സ്വർഗത്തിലെ വലിയ ദൈവം നിറപടിയായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.